ഹായ് കൂട്ടുകാരെ, നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം ഏപ്രിൽ മാസത്തിൽ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ ഇനിയുള്ള സമയം തൊട്ട് പഠിച്ചു തുടങ്ങിയാലും നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പറ്റും. സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കേണ്ടതുപോലെ ഞാനിപ്പോൾ പറഞ്ഞു തരുന്ന രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പറ്റും. ബിക്കോസ് ഓൾറെഡി ഞാൻ പറഞ്ഞു, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം ഈ വീഡിയോയുടെ സ്പെസിഫിക് കണ്ടൻറ്റിലേക്ക് നമ്മൾ ഉടനെ പോകും. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞത് എന്താ? ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, റീസണിങ്, IT, ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, ഇത്രയും സബ്ജക്റ്റുകൾ പെട്ടെന്ന് ഇനിയുള്ള സമയം കൊണ്ട് നമുക്ക് പഠിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഈ സബ്ജക്റ്റിൽ നിന്നാണ് 65 മാർക്ക് ചോദ്യങ്ങൾ വിടുന്നതാണ്. ആർട്ട് ആൻഡ് കൾച്ചറിന് ഈ വർഷം 10 മാർക്കാന്നുള്ള കാര്യം മറക്കരുത്. അപ്പോൾ അതിൻ്റെ കൂടെ GK സബ്ജക്റ്റുകൾ സെലക്റ്റീവായിട്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ എല്ലാം വാരി വലിച്ച് പഠിക്കാനോ ക്ലാസ്സുകൾ കണ്ട് തീർക്കാനുള്ള സമയം നമ്മുടെ മുന്നിലില്ല. സെലക്റ്റീവായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതുവരെ PSCയിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ പ്രിലിംസ് പരീക്ഷകളും ഡിഗ്രി തലത്തിലുള്ളത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ സ്ട്രാറ്റജി സെലക്റ്റീവായിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തി പഠിച്ചത് കൊണ്ടാണ് എനിക്കിപ്പം എക്സൈസ് ഇൻസ്പെക്ടർ റാങ്ക് 14 അസിസ്റ്റൻറ്റ് ജയിൽ സൂപ്രണ്ട് റാങ്ക് 31 നേടാൻ സാധിച്ചത്. സോ ആ സ്ട്രാറ്റജി റിസർച്ചിൽ നിന്നും PSC ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പം ഈ രീതിയിൽ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസം തന്നെ ധാരാളമാണ്. ഇതൊക്കെ പഠിച്ച് തീർത്ത് ഒരു റൗണ്ട് റിവിഷനും കൂടെ നടത്താൻ ധാരാളമാണ്. എഗെയിൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് ഞാൻ പറയുന്ന നോട്ട്സ്, ഹോട്ട് ടോപ്പിക്സ് നോട്ട്സ് ഞാൻ എന്ത് ചെയ്യും, നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. ദയവായി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഈ നോട്ട്സ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ഹോട്ട് ടോപ്പിക്കുകൾ ഉപയോഗിച്ച് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് അത് വെച്ച് പഠിക്കാം. നമ്മളിപ്പോൾ റൺ ചെയ്യുന്ന ബാച്ചസ് നമ്മൾ ചെയ്യുന്നൊരു സ്ട്രാറ്റജി ഇതാണ്. സോ ഈ നോട്ട്സ് നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനൽ ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനവധി ബ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് വരാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മുടെ മെയിൻ ഹോട്ട് ടോപ്പിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 1000-ൽ കൂടുതൽ മൈക്രോ ടോപ്പിക്കുകൾ നമ്മുടെ സിലബസിലുണ്ട്. പക്ഷേ അതിൽ ഒരു 250-ൽ താഴെ മാത്രം വരുന്ന മൈക്രോ ടോപ്പിക്കുകൾ പഠിച്ചാൽ നമുക്ക് പ്രിലിംസിനകത്ത് നമ്മുടെ സ്കോർ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കാത്തൊരു ടോപ്പിക്, അറിഞ്ഞൂടാത്തൊരു ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വന്നാലോ? നമുക്കറിയാം എലിമിനേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചത് സോൾവ് ചെയ്യണം. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എലിമിനേഷൻ ടെക്നിക്കുകളും അതിൻ്റെ കൂടെ തന്നെ ഈ ഹോട്ട് ടോപ്പിക്കുകളുടെ പഠനമായിരിക്കണം. സോ ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് ചോദിച്ചൊരു ഡിഫിക്കൽട്ട് ചോദ്യമാണ് ഇതല്ലേ. പക്ഷേ ഇതൊക്കെ നമുക്ക് കറക്കി കുത്തി കോമൺ സെൻസ് ഉപയോഗിച്ച് എലിമിനേറ്റ് ചെയ്യാവുന്ന ചോദ്യമാണ്. നിങ്ങൾ ചോദ്യം നോക്കാം. മുഗൾ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മുഗൾ ബ്യൂറോക്രസിയെ പറ്റിയുള്ള ചോദ്യം. നിങ്ങൾ ബ്യൂറോക്രാറ്റ്സ് ആവാൻ വേണ്ടി പഠിക്കുന്ന ആൾക്കാരാണ്. സോ മുഗൾ ബ്യൂറോക്രസിയെ പറ്റി പഠിച്ചിരിക്കണം. സപ്പോസ് നിങ്ങളത് പഠിച്ചിട്ടില്ലെന്നിരിക്കട്ടെ, വെറും ബേസിക് ഡേറ്റ മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് തരാൻ സാധിക്കും? ഞാൻ സംശയം ചോദിച്ചോട്ടെ. ചോദ്യം എന്താണ്? മിഡീവൽ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിനെ പറ്റി താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് പരിശോധിക്കുക. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് അവർ ചോദിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ? അതൊക്കെ വട്ടമിട്ട് വയ്ക്കാം. ഈ 4ാമത്തെ പ്രസ്താവന കണ്ടോ? കിങ്, രാജാവ് എല്ലാ അതോറിറ്റിയുടെയും തലവനായിരുന്നു എക്സെപ്റ്റ് മിലിറ്ററി ആൻഡ് ജുഡീഷ്യറി. അതായത് പട്ടാളത്തിൻ്റെയും ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥയുടെയും തലവൻ രാജാവല്ല എന്നാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. മറ്റെല്ലാത്തിൻ്റെയും തലവനാണ്, ഇതിൻ്റെ തലവനല്ല. ഇത് എവിടുത്തെ ന്യായം? നമുക്ക് മുഗൾ രാജാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ ഫൗണ്ടൻ ഓഫ് ജസ്റ്റിസ് ആണ്. അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും തലവൻ. ഇത് കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് ശരിയാണോ? മുഗൾ രാജു ഓപ്ഷൻ നിങ്ങൾ വിടുക. സുൽത്താൻമാരുടെ കാര്യത്തിലോ മൗര്യന്മാരുടെ കാര്യത്തിലോ ഗുപ്തന്മാരുടെ കാര്യത്തിലോ അല്ലെങ്കിൽ പോട്ടെ കേരളത്തിൽ ട്രാവൻകൂർ കിങ്സിൻ്റെ കാര്യത്തിലോ ഏതെങ്കിലും ഒരു രാജഭരണത്തിൻ്റെ അണ്ടറിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതൊരു കോമൺ സെൻസ് വെച്ച് രാജഭരണം എന്താണ്, രാജാവ് എന്താണെന്നുള്ള കോമൺ സെൻസ് ഉണ്ടെങ്കിൽ തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ എന്ന് കിട്ടിയാൽ നിങ്ങൾ നേരെ ഓപ്ഷൻസിലേക്ക് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് നമ്പർ 4 ഉള്ള 2 ഓപ്ഷൻ ബിയും ഡിയും അത് വെട്ടിക്കളയാം. ഇപ്പം നിങ്ങൾ വെറും കോമൺ സെൻസ് വെച്ച് മാത്രം 50-50 ഓപ്ഷനിലേക്ക് എത്തി. ഇപ്പോൾ ഓപ്ഷൻ ഒന്നിൽ A ആവും അല്ലെങ്കിൽ C ആവും. അപ്പോൾ ഇതിൽ രണ്ടിലും എന്തുണ്ട്? 1 and 2 ഉണ്ട്. അപ്പോൾ 1ഉം 2ഉം നിങ്ങൾ വായിച്ചു പോലും നോക്കിയില്ല. 1ഉം 2ഉം കറക്റ്റാന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തി. ഇനി അടുത്ത നമ്മുടെ ചോദ്യം 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുള്ളതാണ്. ഒന്നും പഠിക്കാതെ ഇവിടെ വരെ എത്തിയില്ലേ? അപ്പോൾ കുറച്ച് ഡേറ്റ ഞാനിപ്പോൾ ഹോട്ട് ടോപ്പിക്കിൽ മുഗൾ ബ്യൂറോക്രസി ഉണ്ട്. അപ്പോൾ കുറച്ച് ഡേറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നല്ല രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഞാൻ പ്രിലിംസ് പാസ്സാക്കാരും UPSC ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ UPSCയിൽ മാത്സ് ഇത്രയും ഡെപ്തിൽ പഠിക്കാനില്ല. ഇംഗ്ലീഷ് ഗ്രാമറോ മലയാളം ഗ്രാമറോ വരുന്നില്ല. അപ്പോൾ അവിടെ എനിക്ക് മാർക്ക് റിലേറ്റീവ്ലി കുറവായിരുന്നു. ഈ GK പോർഷൻസ് വെച്ചിട്ടാണ് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുള്ളത് മുഴുവൻ. മെയിൻസിൻ്റെ കേസിൽ ഭാഗ്യത്തിന് ഇംഗ്ലീഷ് മാത്സിനും മലയാളത്തിനും വെയിറ്റേജ് കുറവായതുകൊണ്ടാണ് മെയിൻസിന് എനിക്ക് അത്ര രീതിയിൽ മാർക്ക് ബൂസ്റ്റ് ആയത്. സോ GK പോർഷൻസ് നമ്മൾ ഇത്തരം സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കണം.
നമുക്ക് നോക്കാം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും നോക്കാം അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും കറക്റ്റ് ആണല്ലോ. അക്ബറിൻ്റെ മിനിസ്ട്രിയിൽ 4 മന്ത്രിമാരുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്ററും ഫിനാൻസ് മിനിസ്റ്ററും മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ആർമി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ കിടക്കുന്നത് പട്ടാളത്തിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും തലവനായിരുന്നു മുർബക്ഷി എന്നാണ്. പിന്നീട് റിലീജിയൻ്റെ ചാരിറ്റിക്ക് മറ്റൊരു മിനിസ്റ്ററുണ്ട്. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയേ, എല്ലാ സർവീസസും അല്ലെങ്കിൽ മുഗൾ ഭരണത്തിനുള്ള എല്ലാം മിലിറ്ററി ബേസിസിൽ പട്ടാള ഭരണം പോലെയായിരുന്നു നടത്തിയിരുന്നത്, എക്സെപ്റ്റ് റിലീജിയൻ ആൻഡ് ജുഡീഷ്യൽ സർവീസസ്. അത് തന്നെയല്ല ഇവിടെ പറയുന്നത്. ഇവിടെ റിലീജിയൻ ആൻഡ് ചാരിറ്റിക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് മിനിസ്ട്രി ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെയും പറയുന്നത് ബാക്കി എല്ലാത്തിനും പട്ടാളത്തിൻ്റെ ഇൻഫ്ലുവൻസ് വളരെ അധികമായിരുന്നു, എക്സെപ്റ്റ് ജുഡീഷ്യൽ ആൻഡ് റിലീജിയസ് സർവീസസ്. മതത്തിനെ പട്ടാളവൽക്കരിക്കാൻ പറ്റുമോ? അത് കോമൺ സെൻസ് വെച്ച് ആലോചിക്കാം. മാത്രമല്ല നമുക്കറിയാം മതം ഇപ്പം അക്ബർ ആണെങ്കിലും ഖുറാൻ്റെ അൾട്ടിമേറ്റ് ഇൻ്റർപ്രറ്ററായിട്ട് സ്വയം പ്രഖ്യാപിക്കുമായിരുന്നു. രാജാവിന് മതത്തിനകത്ത് വളരെ വലിയ റോൾ ഉണ്ടായിരുന്നു. പട്ടാളത്തിന് അവിടെ അധികം ഇടപിടിച്ചിട്ടിരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. സോ ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് അവിടെ ബേസിക് ഡേറ്റ് വെച്ചിട്ട് എത്താൻ പറ്റും. ഇവിടെ പറയുന്നുണ്ട് കണ്ടോ, റിലീജിയസ് ആക്ടിവിറ്റീസിന് സെപ്പറേറ്റ് മിനിസ്റ്റർ ഉണ്ട് എന്നിവിടെ പറയുന്നുണ്ട്. ആർമിയുടെ മിനിസ്റ്റർ വേറെയാണ്. എന്നാൽ പിന്നെ ആർമിയുടെ അണ്ടറിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ പോലെ പ്രശ്നം തന്നെയല്ലോ. അപ്പോൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഇതിൻ്റെ ഉത്തരം സി എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ ഈസി ആയിട്ട് എത്തി. ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമ്മൾ ഹോട്ട് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ആ ഹോട്ട് ടോപ്പിക്സ് മാത്രം പഠിച്ചിട്ട് പോയാലും പ്രിലിംസിൻ്റെ മാർക്ക് നിങ്ങളുടെ വളരെയധികം ബൂസ്റ്റ് ചെയ്യും. റിസർച്ച് ബേസ്ഡ് ആയിട്ട് സെറ്റാക്കി തരുന്നതാണ്. ഞാൻ ഇപ്പം പറയുന്നത് നിങ്ങൾക്ക് ഒന്നും അറിയില്ലെങ്കിലും ഉത്തരത്തിലേക്ക് എത്തണമല്ലോ, അതിന് വേണ്ട ടെക്നിക്സാണ്. നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്ത് എന്നാണ് ചോദ്യം. വട്ടമിട്ട് വയ്ക്കുക, യെസ് അല്ലെങ്കിൽ കറക്റ്റ്, ഇൻകറക്റ്റ്, യെസ്, നോട്ട്, അതൊക്കെ വട്ടമിട്ട് വെച്ചിട്ട് ചോദ്യത്തിലേക്ക് പോകാം. അപ്പോൾ ഇത് നോക്കിയേ. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇത് വെച്ചിട്ട് വായിക്കണം. നീതി ആയോഗ് നോട്ട് ഫോസ്റ്റേഴ്സ് കോപ്പറേറ്റീവ് ഫെഡറലിസം. അത് തെറ്റാണ്. നീതി ആയോഗിൻ്റെ വെബ്സൈറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്കറിയാം കേന്ദ്ര ഗവൺമെൻറ്റിനെ സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടയ്ക്കുള്ള കോപ്പറേഷൻ, സഹകരണം കൂട്ടലാണ് അവിടെ പരിപാടി. ഏതൊരു നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിലും നീതി ആയോഗിൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്താ? അധികാര വികേന്ദ്രീകരണം. അതാണ് നമ്മൾ നീതി ആയോഗ് നമ്മൾ ഹോട്ട് ടോപ്പിക്കിൽ കൊടുത്തിട്ടുണ്ട്. ഹോട്ട് ടോപ്പിക്കിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളുടെ ബേസിക് ഡേറ്റ നമ്മൾ അറിഞ്ഞിരിക്കണം, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഡേറ്റ. അപ്പോൾ ഒരു ടോപ്പിക്കിന് ഒരു 10 മിനിറ്റ് വെച്ച് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അടിസ്ഥാന ഡേറ്റ നമ്മുടെ കയ്യിൽ കിട്ടും. ആ അടിസ്ഥാന ഡേറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ നീതി ആയോഗിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ഫെഡറലിസം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും എന്നുള്ള ബന്ധം മെച്ചപ്പെടുത്തുക, അധികാരത്തെ വികേന്ദ്രീകരിക്കുക. പ്ലാനിംഗ് കമ്മീഷൻ ചെയ്ത പരിപാടി എന്താ? പ്ലാനിംഗ് കമ്മീഷൻ കേന്ദ്രീകൃത പ്ലാനിംഗ് ചെയ്യും, അത് സംസ്ഥാനങ്ങൾ നടപ്പാക്കും. അത് ശരിയാണോ? കാര്യം സംസ്ഥാനങ്ങളുടെ പ്രശ്നങ്ങൾ ഡിഫറെൻ്റ് ആണ്. അപ്പം കേന്ദ്രമല്ല, സംസ്ഥാനങ്ങൾ വേണം പ്ലാനിങ് നടത്താനെന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് നമുക്കറിയാമെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്ന് അറിയാൻ പറ്റും. ദാറ്റ് ടു ഡെവലപ്പ് പ്ലാൻസ് അറ്റ് സെൻട്രൽ ലെവൽ. സെൻട്രൽ ലെവലിലല്ല അവർ പ്ലാൻസ് ക്രിയേറ്റ് ചെയ്തത്, സ്റ്റേറ്റ്സുമായിട്ട് കൂടി ആലോചിക്കും. പ്ലാനിംഗ് കമ്മീഷൻ ചെയ്ത പരിപാടി, ഇത് പ്ലാനിംഗ് കമ്മീഷൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ വേഴ്സസ് നീതി ആയോഗ് ബേസിക് ഡേറ്റയാണ് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നോട്ട് കറക്റ്റ് ആണ് ചോദിക്കുന്നത്. സോ ബി ആണ് നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം പ്ലാനിംഗ് കമ്മീഷൻ ഒബ്ജക്റ്റീവ്സ് ആണ്. ശ്രദ്ധിക്കുക, ഇനി ഇവിടെ നിന്നായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്സ് അടുത്ത് വരാൻ പോകുന്നത്. യെസും നോയും മാറ്റി അങ്ങോട്ടിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറിയാത്തൊരു ചോദ്യം വന്നാലും പ്രിലിംസിനകത്ത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കണം. സോ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുക, നമുക്കിതൊക്കെ സെറ്റാക്കി പഠിച്ച് മുന്നോട്ട് പോകാം. പിന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത് GK പോർഷൻസിൽ എന്തൊക്കെയാണ് കുറഞ്ഞ സമയം നമ്മുടെ മുമ്പിലുള്ളൂ. ഈ കുറഞ്ഞ സമയം കൊണ്ട് ഏതൊക്കെ പോർഷൻസാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. അതിൻ്റെ നോട്ട്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്ത് സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർ ഈ ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് നടത്താം. അതെല്ലാം നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് വേണമെന്നുള്ള ഈ ടോപ്പിക്സ് എല്ലാം പെട്ടെന്ന് പഠിച്ച് തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫുൾ കോഴ്സും അതിൻ്റെ ഒപ്പം തന്നെ 13 ടെസ്റ്റ് സീരീസുകളും പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് തന്നെ എക്സാം വരെ നിങ്ങൾക്ക് ഇൻറ്റൻസീവ് റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും. ഫുൾ സിലബസ് കവർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ഫുൾ സിലബസിൻ്റെ ആവശ്യമില്ല പ്രിലിംസ് പാസ്സാവാൻ. സെലക്റ്റീവായിട്ട് ഈ വീഡിയോയിൽ പറയുന്ന കണ്ടൻറ്റുകളുടെ വീഡിയോ മാത്രം കണ്ടാലും മതി. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. എക്സാം വരെ ഈ ടോപ്പിക്സ് അടക്കമുള്ള മുൻകാല വർഷ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രിലിംസ് എക്സാം എന്നാണോ അന്ന് വരെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇതിനൊപ്പം 13 ടെസ്റ്റുകൾ, കാര്യം ടെസ്റ്റ് സീരീസ് വളരെ പ്രധാനമാണ്. പരീക്ഷ എഴുതി തന്നെ പഠിക്കണം. 13 ടെസ്റ്റുകളുടെ ഒരു വളരെ വിശാലമായിട്ടുള്ള എക്സാം സൈക്കോളജി ഉപയോഗിച്ച് ചോദ്യകർത്താവിൻ്റെ സൈക്കോളജി വെച്ചിട്ട് എലിമിനേഷൻ ടെക്നിക്സും UPSCയുടെ മുൻകാല വർഷ ചോദ്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എഫക്റ്റീവ് ടെസ്റ്റ് സീരീസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 1300 ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽഡ് PDF സൊല്യൂഷൻസ്. ഇപ്പോൾ ഫസ്റ്റ് ടെസ്റ്റിൻ്റെ തന്നെ PDF സൊല്യൂഷൻസ് 10-250 പേജുണ്ട്. അപ്പോൾ നിങ്ങളതെല്ലാം വായിക്കണമെന്നല്ല പറയുന്നത്, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറയും, അതൊക്കെ വായിക്കണം എന്നുള്ളത്. ഇതിൽ കൂടെ പോയാൽ തന്നെ നിങ്ങളുടെ ഒരു 3 റൗണ്ട് റിവിഷൻ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും.
അപ്പോൾ ഇതല്ല, നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡിയാണ് താല്പര്യമെങ്കിൽ ഒബ്വിയസ്ലി ഈ പറയുന്ന സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ റാങ്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഷോർട്ട് കട്ട് വേണ്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സമയം കുറവുള്ള ആൾക്കാർക്ക് മാത്രം ഈ കോഴ്സിലേക്ക് വരാവുന്നതാണ്. ബാക്കിയുള്ളവർക്ക് ഇത് വെച്ച് സെൽഫ് സ്റ്റഡി നടത്താൻ പറ്റുന്നതാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഡീറ്റെയിൽസ് കിട്ടും. കമൻറ്റ് സെക്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. ഓക്കെ, സോ കേരള ഹിസ്റ്ററിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കേരള ഹിസ്റ്ററി നമുക്കറിയാം. കേരള ഹിസ്റ്ററിയിൽ ട്രാവൻകൂറിലെ ഡിനാസ്റ്റീസ് കുറേ ഉണ്ടെങ്കിൽ കിടക്കുവാണ്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ചോദ്യങ്ങൾ 4 ആൾക്കാരുടെ പേരില്ല: മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, സേതുലക്ഷ്മി ഭായ്, ചിത്ര തിരുനാൾ. ഇതുവരെയുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിലെ ചോദ്യ പേപ്പറുകളൊക്കെ വിശകലനം ചെയ്തിട്ടാണ് ഈ കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ. ഇവരെ പറ്റി നിങ്ങൾ പഠിക്കുക. ഇനിയുള്ള സമയം ഇത് പഠിക്കാൻ നിങ്ങൾക്ക് സമയമുള്ളൂ. ഇത് പഠിച്ചാൽ മതി ഇനിയുള്ള ദിവസങ്ങളിൽ. ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് റിവിഷൻ നടത്താം, അല്ലെങ്കിൽ ഇത് പഠിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, പ്രിലിംസ് വെറും ഒരു ക്വാളിഫയിങ് എക്സാമാണ്. അത് കടന്നു കൂടുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം. അതിൽ കുറേ മാർക്ക് വാരി കൂട്ടിയിട്ട് കാര്യമില്ല. മെയിൻസിൻ്റെ റാങ്ക് ലിസ്റ്റിന് അത് ഉപകാരപ്പെടത്തില്ല. മെയിൻസിൽ ഓരോ മാർക്കിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. പ്രിലിംസ് കടന്നു കൂടാൻ വേണ്ടുന്നത് മാത്രം പഠിക്കാം. ഫോർ എക്സാമ്പിൾ, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന ധാരാളം ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അത് പഠിക്കാം. പിന്നീട് മന്ത്രിസഭ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എല്ലാം ആരോഗ്യം പഠിക്കാം, തീരത്തില്ല. നിങ്ങൾ EMSനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതിന് മുമ്പുള്ള ഉത്തരവാദിത്ത ഭരണ പ്രക്ഷോഭങ്ങൾ പഠിക്കുക. ഇപ്പം ഞാൻ ഈ PDF ഷെയർ ചെയ്യാം. നിങ്ങൾ PDF നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇത് ഓരോന്നും എണ്ണം പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഒരു 250 ടോപ്പിക്സേ വരുന്നുള്ളൂ. ഒരു ടോപ്പിക്സിൽ നിങ്ങളൊരു 10-15 മിനിറ്റ് എങ്കിലും കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, ഈ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ, റിനൈസൻസ് ലീഡേഴ്സ്, ഇതൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഏരിയാസാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സ്കാൻ ചെയ്ത് നോക്കാം. ഇന്ത്യൻ ചരിത്രത്തിൽ വരുമ്പോഴോ 1857, അതായത് 1857 റിവോൾട്ട് മുതൽ 1947 വരെയുള്ള പീരീഡിലാണ് ചോദ്യങ്ങൾ കൂടുതലും വരുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴും അങ്ങനെ ഞാൻ എടുക്കുന്നത്. ഈ പീരീഡ് ഫിനിഷ് ചെയ്തിട്ടേ വേറൊരു പീരീഡിലോട്ട് പോകത്തുള്ളൂ. കാരണം ഇതൊക്കെ ന്യൂക്ലിയസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ചിപ്കോ മൂവ്മെൻറ്റ് നിങ്ങൾ നോക്കണം. അതിൽ നിന്ന് അടുത്ത കാലത്ത് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കണ്ടോ, ഡൽഹി സുൽത്താനേറ്റിനെ, മുഗൾ ഭരണത്തിനെ, ബേസിക് ബ്യൂറോക്രാറ്റിക് സ്ട്രക്ചേഴ്സ്, ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി എന്താണ് അറിഞ്ഞിരിക്കണം. ന്യൂസ് പേപ്പേഴ്സ്, പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ കാണുക. ബ്രിട്ടീഷുകാർ പാസ് ചെയ്തിട്ടുള്ള ആക്ടുകൾ, ഇതൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആക്ടുകൾ കിടപ്പുണ്ട്. അതിൻ്റെ ഒക്കെ നോട്ട് നിങ്ങൾക്ക് സൗജന്യമായിട്ട് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഡ്രെയിൻ തിയറി ഒക്കെ ആർക്കും അറിയാത്തത്, ചോർച്ചാ സിദ്ധാന്തം, അതൊക്കെ നിങ്ങൾ ബ്രഷപ്പ് ചെയ്തിട്ട് പോവാം. പോസ്റ്റ് ഇൻഡിപെൻഡൻസിലേക്ക് വരുമ്പോഴത്തേക്കും കാർഗിൽ മാറിയെന്നും റീഓർഗനൈസേഷൻ കമ്മിറ്റീസും ചോദ്യം വരാറുണ്ട്. വേൾഡ് ഹിസ്റ്ററിയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ. അമേരിക്കൻ, ഫ്രഞ്ച്, റഷ്യൻ റെവല്യൂഷൻസ് കൃത്യമായിട്ട് പഠിക്കാം. വാർസോ പാക്ട് എന്താണ്, എബ്രഹാം അക്കോർഡൊക്കെ അടുത്ത കാലത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതാണ്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കാം. യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻസും World War I, World War II, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസിൽ World War II ഒന്നും എടുത്ത് പറയുന്നില്ല. പക്ഷേ World War II ചോദ്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട്. ക്ലാസ്സിൽ പറയുന്നതാണ്. അതായത് ഈ സിലബസിൽ World War I ഉം II ഒന്നും ഇല്ലല്ലോ. അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം എന്ന് മാത്രമേ സിലബസിൽ പറയുന്നുള്ളൂ. സിലബസിൽ അങ്ങനെ പലതും പറയും. നിങ്ങൾ സിലബസ് വിട്ടിട്ട് ഇത് വെച്ചിട്ട് പഠിക്കുക. ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. World War I ഉം II ധാരാളം ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്, ഇനി വരികയും ചെയ്യും. സിലബസ് തൽക്കാലം നിങ്ങൾ മാറ്റിവെക്കുക. സിലബസിൽ നിന്ന് എടുത്തിട്ടുള്ള, അത് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഈ ഡോക്യുമെൻറ്റ്. ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇനി കാച്ചിക്കുറുക്കിയ സംഭവമാണത്. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിൽ ഇത്രയും ടോപ്പിക്സ്. ഓഷ്യാനോഗ്രഫി, ഡയറക്ഷൻ ഓഫ് വിൻഡ്സ് പ്രധാനമാണ്. ജിയോഡെസി നമുക്ക് അടുത്ത കാലത്ത് വന്ന പുതിയൊരു ടോപ്പിക്കാണ്. മാപ്സും എർത്തിൻ്റെ സ്ട്രക്ചറും പഠിക്കാതെ നിങ്ങൾ എക്സാം ഹോളിലേക്ക് പോവുകയും ചെയ്യരുത്. പിന്നെ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ പോർഷൻസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നേ ഉള്ളൂ. കേരള ജോഗ്രഫി ഇത്രയും പോർഷൻസ്, 8 പോർഷൻസാണ് നിങ്ങൾ പഠിക്കുന്നത് കേരള ജോഗ്രഫിയിൽ. 8 പോർഷൻസ്. കാര്യം ഇനി ഇതിനുള്ള സമയം നിങ്ങളുടെ മുന്നിലുള്ളൂ. എക്കണോമിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഏകദേശം ഒരു 23 ടോപ്പിക്സ് ഫിനിഷ് ചെയ്യണം. 23 ടോപ്പിക്സ്. കാരണം എക്കണോമിക്സിലെ സിലബസ് ചെറുതാണ്. 5 മാർക്ക് അവിടെ നിന്ന് കിട്ടും. കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് എക്കണോമിക്സ്. അതുപോലെ സിവിക്സ് ഭയങ്കര വലിയ ഒരു ടോപ്പിക്കാണ്. സിവിക്സ് നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. കാര്യം ഈ പറഞ്ഞ ബ്യൂറോക്രസി, സ്റ്റേറ്റ് സിവിൽ സർവീസ് ഒക്കെ പുറത്ത് നോട്ട്സ് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. അത് നിങ്ങൾ നന്നായിട്ട് ആ ഒരു ഏരിയ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ, ഇത് ഇൻഫർമേഷൻ ആക്ട് എന്നൊക്കെ ധാരാളം ചോദ്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക. സയൻസ് ആൻഡ് ടെക്നോളജി, ഈ 14 ഏരിയാസ് ഹൈലി ഇമ്പോർട്ടൻ്റ് ഏരിയാസാണ്. ഇപ്പോൾ എനർജി നിങ്ങൾ ഡീപ്പായിട്ട് പഠിക്കേണ്ട. എന്താണ് കൺവെൻഷണൽ എനർജി, എന്താണ് നോൺ കൺവെൻഷണൽ എനർജി, അതിൽ നിന്നാണ് ഇപ്പോൾ അടുത്ത കാലത്ത് ചോദ്യങ്ങൾ വരുന്നത് മൊത്തം. DRDO കറണ്ട് അഫെയർസ് വെച്ച് പഠിക്കുക. ISRO കറണ്ട് അഫെയർസ് പെർസ്പെക്റ്റീവിൽ പഠിക്കുക. എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് 8 ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. കാര്യം എൻവയോൺമെൻറ്റ് പഠിച്ചാലും തീരാത്തൊരു സബ്ജക്റ്റ്. അതിന് 8 ടോപ്പിക്കുകൾ ഹാൻഡ് പിക്ക് ചെയ്ത് എടുത്ത് വെച്ച് പഠിക്കുക. ഇതിനൊക്കെ വീഡിയോ ക്ലാസ് നമുക്ക് കിട്ടും.
അതുപോലെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, ആ 10 മാർക്ക് എഴുതുന്ന അവിടെ നിന്നാണ്. പക്ഷേ ഇതിൻ്റെ സിലബസ് നിങ്ങൾ സമഗ്രമായിട്ട് തന്നെ പഠിക്കണമെന്ന് ഞാൻ പറയുള്ളൂ. കാര്യം പെട്ടെന്ന് പഠിച്ച് തീർക്കാൻ പറ്റുന്നതാണ് IT-യുടെയും ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചറിൻ്റെ ഏരിയാസ്. ഇത് നിങ്ങൾ ഇതൊന്നും ഫ്രെയിം വർക്കായിട്ട് വെച്ചുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. കമ്പ്യൂട്ടർ പെട്ടെന്ന് പഠിച്ച് തീരും. 5 മാർക്ക് വളരെയധികം റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സിലബസാണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ. അത് കൃത്യമായിട്ടും ഫുള്ളായിട്ട് തന്നെ പഠിക്കാം. IT ആക്ടിൽ നിന്ന് 3 ടോപ്പിക്കുകൾ സെലക്റ്റീവായിട്ട് പഠിക്കാം. പക്ഷേ IT ആക്ടിനകത്ത് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് നമുക്ക് എന്തായാലും ചോദ്യം വരും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ വരും. പ്രിലിംസിനും മെയിൻസിനും ഉപകാരപ്പെടുന്നുള്ളതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ പറയുന്ന ഒരു റാങ്ക് മേക്കിങ്ങിന് നമ്മൾ മെയിൻസിന് മറ്റൊരു സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യേണ്ടത്. പ്രിലിംസ് നിങ്ങളൊന്ന് കടന്നു കൂടി കിട്ടിയാൽ മെയിൻസ് നമുക്ക് സെറ്റാക്കി എടുക്കാവുന്നേ ഉള്ളൂ. കാരണം പ്രിലിംസിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ തോൽക്കുന്നത്. അവർ തോൽക്കുന്നതിന് പ്രധാനപ്പെട്ട റീസൺ അറിവിൻ്റെ അഭാവമല്ല, സ്ട്രാറ്റജി ഉപയോഗിച്ച് പഠിക്കാത്തതാണ്. ഇപ്പം പെട്ടെന്ന് വരുന്ന ആൾക്കാരും പ്രിലിംസ് പെട്ടെന്ന് പാസ്സായി പോകുന്നു. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് പാസ്സാവുന്നില്ല. അതിൻ്റെ റീസൺ ഇതാണ്. തന്ത്രം ഉപയോഗിച്ച് പഠിക്കണം. ദയവായി ഈ രീതി അനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നല്ല രീതിയിൽ പ്രിലിംസിൻ്റെ മാർക്ക് ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സഹായമാകും. സെൽഫ് സ്റ്റഡി നടത്തുന്ന ആൾക്കാർക്ക് അത് ചെയ്യാം. ഒരു കോഴ്സിൻ്റെ ഹെൽപ്പ് വേണമെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ സിവിൽ സർവീസ് ഫാക്കൽറ്റീസ് തന്നെയാണ് ഇവിടെ PSCയിലെ സിവിൽ സർവീസിൻ്റെ വിദഗ്ധരാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസ് മുന്നോട്ട് കൊണ്ടുപോവുക. എങ്ങനെയായാലും നിങ്ങൾ പഠിക്കുക. ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവാം കേട്ടോ. അവിടെ ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സംശയം അവിടെ ചോദിക്കാവുന്നതാണ്. ഫ്രീ മെൻറ്റർഷിപ്പും ഡെയിലി മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടും. നിങ്ങളുടെ പഠന നിലവാരം ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യിപ്പിക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിനും അവിടുത്തെ കമ്മ്യൂണിറ്റിക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സാധിക്കും. സോ ആ ഒരു ഫ്രീ പ്ലാറ്റ്ഫോം നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം കേട്ടോ. എപ്പോഴും പറയുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്നേഹം കമൻസിൻ്റെയും സബ്സ്ക്രിപ്ഷൻ്റെയും രൂപത്തിൽ തരിക. പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.